സജീവ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റ് ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ്സാണെന്ന് നമ്മൾ ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. അതിന് മുന്നേ നമ്മളൊരു ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് ക്ലാസ്സാണ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ വാട്സപ്പ് ഓഡിയോ ക്ലാസ്സുകളും അതുപോലെ തന്നെ എന്തുകൂടെ ഉണ്ട്, PDF നോട്ട്സ് കൂടെ തരുന്നുണ്ട്. ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ആൻസർ കീസൊക്കെ അതിൻ്റെ കൂടെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ചെറിയൊരു എമൗണ്ടിനാണ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് ബിബ്ലിയോഗ്രഫി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് ബിബ്ലിയോ വിച്ച് മീൻസ്. ബിബ്ലിയോഗ്രഫി ഡിറൈവ് ചെയ്ത് തന്നിട്ടുള്ള ഗ്രീക്ക് വേർഡ് ബിബ്ലിയോൻ്റെ മീനിങ് എന്താണ്? കോമ്പിലേഷൻ, ഓതർ, അഡീഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി ബുക്ക്. എന്താണ് ബിബ്ലിയോ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബിബ്ലിയോ എന്നുള്ള വേർഡ് ഗ്രീക്ക് വേർഡാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ബുക്ക് എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ബുക്ക് എന്നുള്ളതാണ്. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് എമംഗ് ദി ഐറ്റംസ് ഓഫ് അപ്പൻഡൈസസ്. അപ്പൻഡൈസിൽ വരാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ടേബിൾസ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ്, references, copies of rare documents, schedules and forms in collecting data. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, റെഫറൻസസ് എന്നുള്ളതാണ്. കാരണം അപ്പൻഡൈസിൽ വരാത്തതാണ് ഇത് റെഫറൻസസ്. ടേബിൾസ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ്, കോപ്പീസ് ഓഫ് റെയർ ഡോക്യുമെൻറ്റ്, അതുപോലെ ഷെഡ്യൂൾസ് ആൻഡ് ഫോംസ് ഇൻ കളക്ടിങ് ഡാറ്റ. ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഏതിലാണ്? നമ്മുടെ അപ്പൻഡൈസിലാണ്. അപ്പോൾ ടേബിൾസ്, ഇല്ലസ്ട്രേഷൻസ്, അതുപോലെ കോപ്പീസ് ഓഫ് റെയർ ഡോക്യുമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഷെഡ്യൂൾസ് ആൻഡ് ഫോംസ് ഇൻ കളക്ടിങ് ഡാറ്റ, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? അപ്പൻഡൈസിസിലാണ്. അപ്പോൾ വരാത്തത് റെഫറൻസ് ആണ്. റെഫറൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ്, ഇൻ ജെയിൻ ലിറ്ററേച്ചർ പരിശിഷ്ട പർവൻ വാസ് റിട്ടൺ ബൈ അശ്വഘോഷ, ഹേമചന്ദ്ര, പതഞ്ജലി, സംഗദസ. അപ്പോൾ ആരാണ് പരിശിഷ്ട പർവൻ എഴുതിയത്? ഇവിടെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിൻ്റ്, ഇതൊരു ജെയിൻ ലിറ്ററേച്ചറാണ്. ഓക്കെ, ഒരു ജൈനമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്, ഈ ഒരു പരിശിഷ്ട പർവൻ. അപ്പോൾ ഇത് എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ഹേമചന്ദ്രയാണ്. ഹേമചന്ദ്ര എഴുതിയ വർക്കാണ് പരിശിഷ്ട പർവൻ. അതൊരു ജെയിൻ ലിറ്ററേച്ചറാണ്. സോ ദ ജെയിൻ ലിറ്ററേച്ചർ പരിശിഷ്ട പർവൻ വാസ് റിട്ടൺ ബൈ ഹേമചന്ദ്ര. ഈ ബുക്സും ഓതേഴ്സിൻ്റെ പേരും പഠിക്കാനുള്ള ഏറ്റവും നല്ല സൂത്രം അതൊരൊറ്റ ടേമായിട്ട് പഠിച്ചു വെക്കുക. പരിശിഷ്ട പർവ ഓഫ് ഹേമചന്ദ്ര, പരിശിഷ്ട പർവ ഓഫ് ഹേമചന്ദ്ര, ഹേമചന്ദ്രൻ്റെ പരിശിഷ്ട പർവൻ. ഓക്കെ, അതുപോലെ അശ്വഘോഷിൻ്റെ വർക്ക്, പതഞ്ജലിയുടെ വർക്കൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഏതാണ് പതഞ്ജലിയുടെ വർക്ക്? മഹാഭാഷ്യ ഓഫ് പതഞ്ജലി. അതൊരു ഗ്രാമാറ്റിക്കൽ ടെക്സ്റ്റാണ്, മഹാഭാഷ്യ ഓഫ് പതഞ്ജലി. ഓക്കെ, അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ അശ്വഘോഷിൻ്റെ വർക്കാണ് ബുദ്ധചരിത, ബുദ്ധചരിത ഓഫ് അശ്വഘോഷ. അങ്ങനെ നമ്മൾ പഠിക്കാറുണ്ട്, ബുദ്ധചരിത ഓഫ് അശ്വഘോഷ. അതും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ വർക്ക് നോട്ട് റിട്ടൺ ബൈ അബ്ദുൽ ഖാദർ ബദാവുനി. അബ്ദുൽ ഖാദർ ബദാവുനി റിട്ടേൺ ചെയ്യാത്ത വർക്കാണ് ചോദിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെതല്ലാത്ത വർക്ക്. നമുക്കറിയാം അബ്ദുൽ ഖാദർ ബദാവുനി ഒരു മുഗൾ ഹിസ്റ്റോറിയനാണ്, മുഗൾ പീരീഡിൽ വരുന്ന ഒരു ക്രോണിക്ലറാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്. അക്ബറിൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കായിരുന്നു. അക്ബർ ചക്രവർത്തിയെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അബ്ദുൽ ഖാദർ ബദാവുനി. അങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. അക്ബറിൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്ക് ആരാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അബ്ദുൽ ഖാദർ ബദാവുനിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് അല്ലേ, ഖാനൂനി ഹുമയൂണിയാണ്. ഖാനൂനി ഹുമയൂണി അദ്ദേഹം എഴുതിയ വർക്കല്ല, മറിച്ച് മുൻതഖബു തവാരിഖ്, താരിഖി ആൽഫി, നജാത്തുൽ റാഷിദ്. താരിഖി ആൽഫി, മുൻതഖബു തവാരിഖ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് മുൻതഖബു തവാരിഖ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അതുപോലെ താരിഖി ആൽഫി, അതുപോലെ നജാത്തുൽ റാഷിദും അദ്ദേഹത്തിൻ്റെ വർക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതല്ലാത്തത് ഏതാണ്? ഖാനൂനി ഹുമയൂണിയാണ്. ഖാനൂനി ഹുമയൂണിയാണ് അദ്ദേഹത്തിൻ്റെ വർക്കല്ലാത്തത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഖാനൂനി ഹുമയൂണി. ഖാനൂനി ഹുമയൂണി എഴുതിയത് ആരാണ്?
അത് കാനോനി ഹുമയൂണി എഴുതിയത് ഖവാന്ദ്മീറാണ് കാനോനി ഹുമയൂണി എഴുതിയിട്ടുള്ളത്. അത് അതർവൈസ് നോൺ ആസ് ഹുമയൂൺ നാമ അല്ലെങ്കിൽ ഖവാന്ദ്മീർ എഴുതിയിട്ടുള്ള ഹുമയൂൺ നാമയാണ് കാനോനി ഹുമയൂണി. മാച്ച് ദ വർക്ക്സ് ഇൻ ലിസ്റ്റ് 1 വിത്ത് ദെയർ ഓതേഴ്സ് ഇൻ ലിസ്റ്റ് 2. അതിൽ ലിസ്റ്റ് 1 പാദ്ഷാനാമ, കിറാനുസ്സദൈൻ, തബക്കാത്തി നാസിരി, കിതാബുർ രഹല. ഓതേഴ്സ് അമീർ ഖുസ്രു, ഇബ്ൻ ബത്തൂത്ത, അബ്ദുൽ ഹമീദ് ലാഹോരി, മിൻഹാജു സിറാജ്. അപ്പോൾ ഇവിടെ നമുക്ക് മാച്ച് ചെയ്യാം. പാദ്ഷാനാമ എഴുതിയത് ആരാണ്? പാദ്ഷാനാമ എഴുതിയത് അബ്ദുൽ ഹമീദ് ലാഹോരിയാണ്. പാദ്ഷാനാമ എഴുതിയത് അബ്ദുൽ ഹമീദ് ലാഹോരിയാണ്. ഓക്കെ, സി ആണ് വരുന്നത്. കിറാനുസ്സദൈൻ എഴുതിയത് ആരാണ്? അമീർ ഖുസ്രു ആണ്. കിറാനുസ്സദൈൻ അമീർ ഖുസ്രു ആണ്. തബക്കാത്തി നാസിരി എഴുതിയത് മിൻഹാജു സിറാജാണ്. കിതാബുർ റിഹല ഇബ്നു ബത്തൂത്തയാണ്. ഓക്കെ, അപ്പോൾ ഇബ്നു ബത്തൂത്ത ഒരു മൊറോക്കൻ ട്രാവലറാണ്, മൊറോക്കൻ സഞ്ചാരിയായിരുന്നു. അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സമയത്താണ് ഇബ്നു ബത്തൂത്ത ഇന്ത്യ സന്ദർശിച്ചത്. അതുപോലെ പാദ്ഷാനാമ അബ്ദുൽ ഹമീദ് ലാഹോരി എഴുതിയിട്ടുള്ള വർക്കാണ്. ഷാജഹാനെ കുറിച്ച് എഴുതിയിട്ടുള്ള വർക്കാണ് പാദ്ഷാനാമ. ഓക്കെ, ഷാജഹാൻ്റെ ഭരണകാലഘട്ടമൊക്കെ പറയുന്ന വർക്കാണ് പാദ്ഷാനാമ. അമീർ ഖുസ്രു എഴുതിയിട്ടുള്ള വർക്കാണ് കിറാനുസ്സദൈൻ. അമീർ ഖുസ്രുവിൻ്റെ ഒരുപാട് വർക്കുകളുണ്ട്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫുത്തുഹാത്ത് സലാത്തീൻ, അതുപോലെ കിറാനുസ്സദൈന്. അമീർ ഖുസ്രുവിൻ്റെ വർക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക. നോഹ് സിഫർ അദ്ദേഹത്തിൻ്റെ വർക്കാണ്. നോഹ് സിഫർ ആരുടെ വർക്കാണ്? അമീർ ഖുസ്രുവിൻ്റെ വർക്കാണ് നോഹ് സിഫർ. അപ്പോൾ ആ വർക്കുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. തബക്കാത്തി നാസിരി മിൻഹാജു സിറാജാണ് എഴുതിയിട്ടുള്ളത്. അതിലാണ് അദ്ദേഹം റസിയ സുൽത്താനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. റസിയ സുൽത്താന എങ്ങനെയായിരുന്നു എംപ്രസ് ആയിരുന്നതും അതുപോലെയുള്ള അവരുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് തബക്കാത്തി നാസിരിയിലാണ്, മിൻഹാജു സിറാജ്. നെക്സ്റ്റ്, ഇമ്പീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ ആൻസർ വരുന്നത്, കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, അതായത് 1 സി പാദ്ഷാനാമ അബ്ദുൽ ഹമീദ് ലാഹോരി, 2 എ കിറാനുസ്സദൈൻ അമീർ ഖുസ്രു, 3 ഡി തബക്കാത്തി നാസിരി മിൻഹാജു സിറാജ്, 4 ബി കിതാബുർ റിഹല ഇബ്നു ബത്തൂത്ത. ഓക്കെ, നെക്സ്റ്റ്, ഇമ്പീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ വാസ് ദ എഫേർട്ട് ഓഫ്. ഇമ്പീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ എന്നുള്ളത് ആരുടെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്? മോർലാൻഡ്, W ഹണ്ടർ, VA സ്മിത്ത്, ലോർഡ് മെക്കോളെ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇമ്പീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്തത് W ഹണ്ടർ ആണ്. ഇമ്പീരിയൽ ഗസറ്റിയർ ഓഫ് ഇന്ത്യ ആരുടെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ടതാണ്? W ഹണ്ടറിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ്. ഇവിടെ VA സ്മിത്ത് നമുക്കറിയാം, ആൻഷ്യൻ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനാണ് VA സ്മിത്ത്. ഇവിടെ VA സ്മിത്ത് ആൻഷ്യൻ്റ് ഇന്ത്യയുടെ ഹിസ്റ്ററി വർക്ക് എഴുതിയിട്ടുള്ള ആളാണ് VA സ്മിത്ത്. അദ്ദേഹത്തിൻ്റെ വർക്ക് ദ ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ VA സ്മിത്തിൻ്റെ വർക്കാണ്. VA സ്മിത്തിൻ്റെ വർക്കാണ്. ലോർഡ് മെക്കോളെ വരുന്നത് നമുക്കറിയാം, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയൊക്കെ കൊണ്ടുവന്നത് മെക്കോളയാണ്. മെക്കോളെ മിനിറ്റ്സ് 1834 മെക്കോളെ മിനിറ്റ്സ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. Next, nationalist historian who was appointed as Vice President of International Commission set by UNESCO to edit History of Mankind. History of Mankind എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യുനെസ്കോ ഏർപ്പെടുത്തിയ ഇൻ്റർനാഷണൽ കമ്മീഷൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയത് ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിയനാണ്, ഇന്ത്യയിലെ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയനാണ്. അതാരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി RC മജുംദാറാണ്. ഓപ്ഷൻ ഡി RC മജുംദാറാണ്. അപ്പോൾ ഇവിടെ KP ജയ്സ്വാളിൻ്റെ
വർക്ക് ഏതാണ്? ഹിന്ദു പോളിറ്റി KP ജയ്സ്വാളിൻ്റെ വർക്കാണ്. ഹിന്ദു പോളിറ്റി KP ജയ്സ്വാളിൻ്റെ വർക്കാണ്. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇർഫാൻ ഹബീബ്, ബിപിൻ ചന്ദ്ര, ജയൻ സർക്കാർ, RG ഭന്ദാർക്കർ. കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ഔറംഗസേബ്, ആൻ അറ്റ്ലസ് ഓഫ് മുഗൾ എംപയർ, ദ ഏർലി ഹിസ്റ്ററി ഓഫ് ഡെക്കാൻ. അപ്പോൾ ഇതിൽ ഇർഫാൻ ഹബീബിൻ്റെ വർക്കായിട്ട് വരുന്നത് ഏതാണ്? ഇർഫാൻ ഹബീബ് ആൻ അറ്റ്ലസ് ഓഫ് മുഗൾ എംപയർ ഏതാണ് വരുന്നത്? ഇർഫാൻ ഹബീബിൻ്റെ കൃതിയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ്. അതായത് ഇർഫാൻ ഹബീബ് ആൻ അറ്റ്ലസ് ഓഫ് മുഗൾ എംപയർ. 2 ബിപിൻ ചന്ദ്രയുടെ വർക്ക് ഏതാണ്? കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ അല്ലേ? ബിപിൻ ചന്ദ്രയുടെ ഒരുപാട് വർക്കുണ്ട്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതുപോലെ ഇതും ഈ ഒരു കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ പ്രധാനപ്പെട്ട 2 വർക്കുകൾ. വേറെ ഒരുപാട് വർക്കുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇർഫാൻ ഹബീബ് ആൻ അറ്റ്ലസ് ഓഫ് മുഗൾ എംപയർ, ബിപിൻ ചന്ദ്ര കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ. ഓക്കെ. നെക്സ്റ്റ് ജയൻ സർക്കാരിൻ്റെ വർക്ക് ഏതാണ്? ജയൻ സർക്കാർ ഹിസ്റ്ററി ഓഫ് ഔറംഗസേബ് എഴുതിയത് ജയൻ സർക്കാരാണ്. ഹിസ്റ്ററി ഓഫ് ഔറംഗസേബ് ജയൻ സർക്കാർ അഥവാ ജാദുനാഥ് സർക്കാർ. നെക്സ്റ്റ് RG ഭന്ദാർക്കർ, ദ ഏർലി ഹിസ്റ്ററി ഓഫ് ഡെക്കാൻ. അപ്പം RG ഭന്ദാർക്കറിനെ ഡെക്കാനുമായിട്ട് കണക്ട് ചെയ്യുക. RG ഭന്ദാർക്കർ ഏർലി ഹിസ്റ്ററി ഓഫ് ഡെക്കാനാണ്. ഓക്കെ. നെക്സ്റ്റ് ദ ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ഹു റോട്ട് ദ ബുക്ക് ഹെലനിക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയ ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ആരാണ്? കറക്റ്റ് ഓപ്ഷൻസ് പോളീബിയസ്, ഹെറോഡോട്ടസ്, ത്യൂസിഡൈഡ്സ്, ക്സെനോഫോൺ. ആരാണ് ഹെലനിക്ക എഴുതിയത്? ഹെലനിക്ക എഴുതിയത് ക്സെനോഫോൺ ആണ്. ആരാണ്? ക്സെനോഫോൺ ആണ്. ഹെലനിക്ക എഴുതിയത് ക്സെനോഫോൺ ആണ്. നെക്സ്റ്റ് വിച്ച് among the following statement is not a characteristics of enlightenment historiography? എൻലൈറ്റൻമെൻറ്റ് ഹിസ്റ്ററിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് സെക്യുലർ ഇൻ നേച്ചർ, ഐഡിയ ഓഫ് പ്രൊവിഡൻഷ്യലിസം, ഇറ്റ്സ് എ റാഷണലിസ്റ്റിക് ആൻഡ് ഐഡിയ ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ B ആണ്. ഐഡിയ ഓഫ് പ്രൊവിഡൻഷ്യലിസം എന്തുമായിട്ട് കണക്റ്റഡ് അല്ല? എൻലൈറ്റ്മെൻറ്റ് ഹിസ്റ്റോറിയുമായിട്ട് കണക്റ്റഡ് അല്ല. ബാക്കി 3 കാര്യങ്ങളും ഇറ്റ്സ് സെക്യുലർ ഇൻ നേച്ചർ. എൻലൈറ്റ്മെൻറ്റ് ഹിസ്റ്റോറിയോഗ്രാഫി സെക്യുലർ, അതായത് മതപരമായിരുന്നില്ല എന്നുള്ളതാണ്. മതേതരത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു. അതുപോലെ ഇറ്റ്സ് റാഷണലിസ്റ്റിക് ആണ്, യുക്തിയിൽ അധിഷ്ഠിതമാണ്. ആൻഡ് ഐഡിയ ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ് ആണ്. ഓക്കെ. അപ്പോൾ ഐഡിയ ഓഫ് പ്രൊവിഡൻഷ്യലിസം എൻലൈറ്റൻമെൻറ്റുമായിട്ട് ബന്ധമില്ലാത്തതാണ്.